ഏതോ മോഹം ഏതോ ദാഹം നേത്ത് വര നനയ്ക്കലിയെ ആസവത മുളയ്ക്കലിയെ. ദുഃഖം എന്ന് പറഞ്ഞാൽ അത് രാജാ സാർ അറിഞ്ഞിട്ട് ചെയ്തു എന്നുള്ളൊരു സംഭവം അല്ല അത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ദുഃഖമായിരുന്നു. രാജാ സാറ് പാട്ട് തരാതിരുന്നതിനേക്കാൾ കൂടുതൽ ദുഃഖം അതായിരുന്നു. വിനീതിൻ്റെ നമ്പർ തപ്പിപ്പിടിച്ചിട്ട് ഞാനൊരു മെസ്സേജ് അയച്ചു, വിനീതേ നീ ഒരു കൃഷ്ണചന്ദ്രനായി മാറരുത്. അപ്പോൾ ഫഹദ് ഫാസിൽ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട്, ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കസ്തൂരി മാൻകുരുന്നെ ഒന്ന് പാടിത്തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഫഹദിനെ എങ്ങനെ അറിയാം ഞാൻ അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്നുള്ളത്? അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാനൊരു ദിവസം എവിടെയോ കുഞ്ചാക്ക ബോബനെ എവിടെ കിടപ്പോൾ ഞാൻ ഇങ്ങനെ കൈ ബാക്കിൽ നിന്ന് കണ്ണു വന്നിട്ട് പറഞ്ഞു, ആരാന്ന് പറ. എൻ്റെ ശബ്ദമല്ലേ അത്. ദാസേട്ടൻ ഇവിടെ നിൽക്കുന്നു, ജാനകി അമ്മ ഇവിടെ നിൽക്കുന്നു, നടുവിലൊരു മൈക്കിട്ടിട്ട് ഞാൻ നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ദാസേട്ടൻ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്തോണ്ട്, എടാ നീ നന്നായിട്ട് പാടിയിട്ടുണ്ടോ. ദാസേട്ടനെ കാണാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക, നമ്മൾ ജനിച്ച വീണ മുതൽ നമ്മൾ ശരീരം മുഴുവൻ ഞരമ്പുകൾ മുഴുവൻ കയറിയിട്ടുള്ള ആ ഒരു ശബ്ദത്തിനെ നേരിട്ട് കാണുക എന്നുള്ളതും അദ്ദേഹത്തിനെ തൊടാൻ പറ്റുക എന്നുള്ളതും. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം, ഞാനന്ന് മത്സരങ്ങൾക്ക് പാടിയത് മുഴുവൻ ജയചന്ദ്രൻ്റെ പാട്ടുകളാണ്. എന്നെ മനസ്സിലായില്ലെങ്കിലും ഞാൻ ഏതോ മോഹൻ കൃഷ്ണചന്ദ്രനാണെന്നാണ് മെസ്സേജ് ഇട്ടത്. ഏതോ മോഹൻ കൃഷ്ണചന്ദ്രൻ എന്ന് പറഞ്ഞാലേ എന്നെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ മൊത്തം തെറി. മനോ എന്നുള്ള ഗായകൻ്റെ ഇൻട്രൊഡക്ഷനോട് കൂടി ഞങ്ങളെപ്പോലെയുള്ള സിംഗേഴ്സിന് പാട്ടുകൾ കുറഞ്ഞു. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രായ സാർ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, എന്നാച്ച് നമ്മുടെ സാർ ഷൂട്ടിങ് ഇരുന്നത്. അപ്പോൾ ഇങ്ങനെ തലയാട്ടിയിട്ട് പറഞ്ഞു, ഒറ്റ അടിയാണ് സീമ ചേച്ചി. സീമ ചേച്ചിയുടെ അടി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ല ഒന്നൊന്നര അടിയാണ്. എനിക്കാണെങ്കിൽ ഒന്നും പറയാനും വയ്യ. കാരണം അന്ന് സീമ ചേച്ചിയുടെ ശശിയേട്ടനെ കല്യാണം നടക്കാൻ പോകണമെന്നുള്ള ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. ചെമ്പൈ ഗ്രാമത്തിൽ കച്ചേരി ഉണ്ടായപ്പോൾ ദാസേട്ടൻ എന്നെ അവിടുന്ന് കണ്ടപ്പോൾ ഒരു അത്ഭുതം ഉണ്ടായി. എടാ നീ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയോ, അതും ജയഭാരതിയുടെ കൂടെ. മേനോൻ ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് പാടാൻ വേണ്ടി ദേവരായ മാഷ വീട്ടിൽ കൊണ്ടുപോയി വിടുന്ന് പാട്ട് പഠിച്ചോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം റെക്കോർഡിംഗ് ആണ്. പക്ഷെ ആ പാട്ട് പടത്തിൽ ഷൂട്ട് ചെയ്തില്ല, റെക്കോർഡിലും വന്നില്ല, തെളിവില്ല. അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടിയതിന് യാതൊരു തെളിവുമില്ല. 84 മംഗളം നേരുന്നതിൽ അല്ലിയിളം പൂവെ ഇറങ്ങിയ സമയത്ത് ആ പാട്ട് ഹിറ്റല്ല. പിന്നെ ഈ പടം റിലീസാവുന്നതിന് മുമ്പെയാണ് ഞാൻ അറിയുന്നത് ഈ പാട്ട് ഓക്കെ വെച്ചു എന്നുള്ളതും. അതിന് മെയിൻ കാരണക്കാർ ഇന്നസെൻ്റ് ഏട്ടനും ഡയറക്ടർ മോഹനും. ആ സിനിമ വന്നിട്ട് ഇപ്പം 46 കൊല്ലമാവുന്നു. ഇപ്പോഴും രതീന്ദ്രവേദം എന്നുള്ള കെയർ ഓഫിന് മാത്രം ഓർത്താലും കൂടി ഞാൻ ധന്യനായി എന്നുള്ളതാണ്. കൃഷ്ണചന്ദ്ര എന്നൊരു വിളി. ഞാനിങ്ങനെ പുഴയെന്ന് ഇങ്ങനെ മുങ്ങി ഒടുക്ക് മറ്റേ കല്ലുകളിലേക്ക് നോക്കിയപ്പോൾ അച്ഛൻ ദൂരത്ത് നിൽക്കും. ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് അടിച്ചിട്ട് എന്നെ ഇങ്ങനെ അടിച്ചിട്ട് വീട് വരെ അടിച്ചു. എന്താ കാരണമെന്ന് എനിക്കറിയുന്നില്ല. തൈരിന് വേണ്ടി ഉടക്കുന്ന സോമേട്ടനെ കണ്ട നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഞാൻ എന്താണോ ചിക്കൻ 65 ആണോ ചോദിച്ചത്, ഒരു തൈരല്ലേ ചോദിച്ചു എന്നൊക്കെ ചോദിച്ച്. അക്രമിൻ്റെ ഒക്കെ ഒരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്, സെറ്റിൽ വന്ന ഉടനെ വനിതയെ കണ്ട ഉടനെ എല്ലാവർക്കും പരിചയപ്പെടുന്നത് എന്നെ മലയാളത്തിലെ എന്നോട് വോയിസ് ഇവരുടെ ഹസ്ബൻഡ് ഇതാന്ന് പറഞ്ഞു. അങ്ങനെ അത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഈ നാട് കഴിഞ്ഞിട്ട് ഞാനും വനിതയും തമ്മിലുള്ള പ്രേമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണെന്നാണ് ഇന്നസെൻ്റ് ഏട്ടൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോവിന് വന്ന നഷ്ടം ഇതുവരെ തീർന്നിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. അതിന് മുമ്പേ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അംബികയായിട്ട് അഭിനയിക്കുന്ന സമയത്തൊക്കെ ഗോസിപ്പ് വന്നിട്ട് ഒരു സ്ഥാനം ഷൂട്ട് ചെയ്യുമ്പോൾ സ്കൂട്ടറിൽ ഇങ്ങനെ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു അതൊരു ന്യൂസായി, ഇവരെ കാണാനില്ലാതായി എന്നൊക്കെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ. അങ്ങനെയൊന്നും ഒരു സംഭവമില്ല. ഏട്ടൻ്റെ ശബ്ദം ശരിക്കും മെച്യൂരിറ്റി വന്നത് ആ പാട്ടിലാണ്. പക്ഷെ അതിനുശേഷം പാട്ടുകൾ കിട്ടിയതുമില്ല. വെള്ളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളിയൊഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം, എങ്ങാണ് സംഗമം.